രസം നമ്മൾ മലയാളികൾക്കെല്ലാം വളരെ ഇഷ്ടമുള്ളതല്ലേ? അപ്പോൾ രസം തയ്യാറാക്കാനായിട്ട് 1 മിനിറ്റ് മാത്രം വേണ്ടി വന്നാലോ? അത് വളരെ എളുപ്പമുള്ള കാര്യമല്ലേ? ഇതുപോലൊരു രസപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒറ്റ മിനിറ്റ് കൊണ്ട് രസം തയ്യാറാക്കാം. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? ഇനി നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ? അതിലേക്കായിട്ട് ഒരു പാൻ വെച്ച് ചൂടാവുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് പരിപ്പ് ചേർക്കണം. നല്ല കഴുകി ഉണക്കിയെടുത്ത പരിപ്പാണ് കേട്ടോ. കഴുകി തോർത്തിയിട്ടിട്ടാൽ കുറച്ച് സമയവും കൂടെ എടുക്കും പരിപ്പൊന്ന് മൂത്ത് വരാനായിട്ട്. ഉണക്കിയിട്ട് ചേർത്താൽ നമുക്ക് പെട്ടെന്ന് വറുത്തെടുക്കാൻ പറ്റും. മീഡിയം ഫ്ലെയിമിലിട്ട് അത് കരിഞ്ഞു പോകാതെ, അതായത് കളറ് ഒരുപാട് ബ്രൗൺ ആവാതെ, എന്നാൽ നന്നായിട്ട് മൂത്ത് കിട്ടുന്ന പരുവത്തിന് ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. അതിന് ശ്രദ്ധിച്ച് തന്നെ ഒന്ന് വറുത്തെടുത്താൽ മതി. കാരണം നമ്മളിതെല്ലാം വറുത്തെടുത്ത് വെക്കുന്ന താമസമേ ഉള്ളൂ. അപ്പോൾ പിന്നെ നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ് ഈ രസത്തിൻ്റെ പൊടി. ഇതിപ്പം കറക്റ്റ് പരുവായിട്ടുണ്ട്. ഇങ്ങനെ മൂത്ത് വരുമ്പോൾ നമുക്കിതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ഇതിനെ മാറ്റി വെച്ചിട്ട് തണുക്കാനായിട്ട് മാറ്റണം. ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുകയാണ്. ഇനി ആ പാനിലേക്ക് തന്നെ 1 കപ്പ് പരിപ്പാണ് എടുത്തത്. അതിന് 1.5 കപ്പ് മല്ലി എടുക്കണം കേട്ടോ. മല്ലിയും നന്നായിട്ട് കഴുകി ഉണക്കിയെടുത്ത മല്ലിയാണ്. അതും ചേർത്ത് മല്ലിയും നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. നമുക്കിത് മിക്സിയിൽ പൊടിക്കാനുള്ളതാണ്. ആ പരുവത്തിനൊന്ന് മൂത്ത് കിട്ടണം. കരിഞ്ഞു പോകാതെ മല്ലിക്ക് മൂത്ത് വരുമ്പോൾ നല്ല മണം കിട്ടും. അതിങ്ങനെ പൊട്ടി പൊട്ടി വരും, നമുക്കറിയാമല്ലോ. ആ പരുവത്തിന് നമുക്കിതിനെ മല്ലിയും ഒന്ന് മൂത്തെടുക്കണം. ഇപ്പോൾ ഈ മല്ലിയും കറക്റ്റ് പരുവത്തിന് മൂത്ത് വന്നിട്ടുണ്ട്. പൊട്ടിയത് കളറും ചേഞ്ചായി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ കൂടെ ആദ്യം വറുത്ത് വെച്ച പരിപ്പിൻ്റെ കൂടെ മാറ്റി വയ്ക്കുകയാണ്. അതിനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇനി ഈ ചൂട് പാനിലേക്ക് ഞാനിട്ടത് ജീരകമാണ്. ആ കപ്പിന് 1/2 കപ്പ് ജീരകമാണ് ചേർത്തത്. അതും കഴുകി ഉണക്കിയ ജീരകമാണ് കേട്ടോ. ഇതിൽ ചേർക്കുന്ന ചേരുവകൾ, കഴുകാണ്ട ചേരുവകളെല്ലാം കഴുകി ഉണക്കിയെടുത്തതാണ്. ജീരകവും കൂടെ ചേർത്തിട്ട് ജീരകം ഇങ്ങനെ പൊട്ടി വരും. അതുവരെ അതും ഒന്ന് വറുത്തെടുക്കാം. അതിനെയും വറുത്ത് നമ്മൾ ആദ്യം വറുത്ത് വെച്ച ആ കൂട്ടിനോട് തന്നെ ചേർക്കാം. പിന്നെ ഇതിലേക്ക് വേണ്ടത് നമുക്ക് രസമായതുകൊണ്ട് തന്നെ 1/2 കപ്പോളം കുരുമുളക് വേണം. കുരുമുളക് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല. ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1/2 കപ്പ് കുരുമുളക് ചേർക്കാം. ആ കുരുമുളകും കൂടെ ചേർത്ത് കുരുമുളകും പൊട്ടി വരും. ആ പൊട്ടി വരുന്ന മൂത്ത് വരുന്ന പരുവത്തിൽ കുരുമുളകിനെയും നമുക്ക് ആദ്യം വറുത്ത് വെച്ചതിൻ്റെ കൂട്ടത്തിലേക്ക് തന്നെ ചേർത്ത് വയ്ക്കാം. ഇപ്പോൾ എൻ്റെ കുരുമുളക് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാൻ ഇതിനെയും മറ്റേ ആദ്യം വറുത്ത സാധനങ്ങളുടെ പൊട്ടുന്നുണ്ടല്ലോ, അപ്പം കറക്റ്റായിട്ടുണ്ട്. അതിലേക്ക് മാറ്റുകയാണ്. അത് മാറ്റി വെച്ച് അതും അവിടെ തണുക്കാനായിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഈ ചൂട് പാനിലേക്ക് ഇനി നമുക്ക് ചേർക്കേണ്ടത്, ഞാൻ 1.5 സ്പൂൺ ഉലുവയാണ് ചേർത്തത്. ഉലുവ പെട്ടെന്ന് മൂത്ത് വരും, കാരണം പാൻ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഇട്ട ഉടനെ തന്നെ അത് പൊട്ടി വന്നു. അതും അതിലേക്ക് മാറ്റി വെച്ചു. ഇനി ഞാൻ ഇതിലേക്ക് രസത്തിനാവശ്യമായ എരിവിന് വേണ്ട മുളകാണ്. വറ്റൽ മുളക് തണ്ടോടുകൂടി തന്നെയാണ് ഇട്ടത്. ഇത് വറുക്കുമ്പോൾ മുളകിൻ്റെ മണം വന്ന് നമുക്കൊരു തുമ്മലും അസ്വസ്ഥതയും വരാതിരിക്കാനാണ് കുറച്ച് ഉപ്പ് കൂടെ ചേർത്തത്. ആ ഉപ്പും കൂടെ ചേർത്തിട്ട് മുളകിനെ വറുത്തെടുക്കണം. ഉപ്പ് കളയണ്ട, നമുക്ക് ഇതും കൂടി തന്നെ ആ പൊടിക്കുന്നതിൻ്റെ കൂടെ ചേർക്കാം. ആ മുളകും കൂടെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതെ മുളക് വറുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. അതും വറുത്ത് നമുക്കതിനെ ആദ്യം വറുത്ത പരിപ്പിൻ്റെ കൂട്ടത്തിൽ വെക്കേണ്ട, അത് വേറൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കണം മൂത്ത് കഴിയുമ്പോഴത്തേക്ക്. ഇപ്പം മുളക് കറക്റ്റ് പരുവായിട്ടുണ്ട്. ഞാൻ അതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചു. ഇനി ഈ ചൂടായ പാനിലേക്ക് നമുക്ക് വേണ്ടത് പുളിയാണ്. ഞാൻ ഇതിലേക്ക് ഒരു 75 ഗ്രാം പുളിയാണ് എടുത്തത്. കരടൊന്നും ഇല്ലാത്ത നല്ല പുളി, നല്ല ഉണക്ക പുളിയാണ്. പക്ഷേ എന്നിട്ടും അതിനെ നമുക്കൊന്ന് ചൂടാക്കി വറുത്തെടുക്കണം, എന്നാലേ പൊടിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അത് ഈ ചൂട് പാനിലേക്ക് തന്നെ ഇട്ട് ഇളക്കി ഇളക്കി കൊടുക്കുമ്പം അതിൻ്റെ കംപ്ലീറ്റ് ജലാംശവും പോയി അത് നന്നായിട്ടൊന്ന് വറുത്ത് കിട്ടും. പാനിലിങ്ങനെ പറ്റുന്നതൊന്നും കാര്യമില്ല, നമുക്ക് കഴുകുമ്പോൾ അങ്ങ് പൊയ്ക്കോളും. പക്ഷെ പുളി നന്നായിട്ട് വറുത്ത് കിട്ടും കേട്ടോ. ആ പരുവത്തിന് അതിൻ്റെ ഈർപ്പം പോലെ തോന്നുന്നതെല്ലാം പോയി നല്ല ഡ്രൈ ആകണം പുളി. അതായത് നമുക്ക് പൊടിഞ്ഞ് വരും. ആ പരുവത്തിലേക്ക് പുളിയും കൂടെ വറുത്ത് അതിനെ കൂടെ കോരി നമുക്ക് അത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കണം. പുളി മൂത്ത് കഴിഞ്ഞു, ഞാനത് മാറ്റി. പിന്നെ ഇനി ഇതിലേക്ക് നമുക്ക് വറുക്കേണ്ടത് വെളുത്തുള്ളിയാണ്. ഇതുപോലെ 4 വെളുത്തുള്ളിയാണ് ഞാൻ എടുത്തത്. അതിനെ എടുത്ത് ഇളക്കിയെടുത്ത് കഴുകി ചതച്ച് ഇത് വെയിലത്ത് വെച്ചു ഒരു ദിവസം. അതായത് 2-3 മണിക്കൂർ ഞാൻ വെയിലത്ത് വെച്ചിട്ട് അപ്പോഴത്തേക്ക് അതിൻ്റെ ജലാംശം കുറേ അങ്ങ് പോയി. എന്നിട്ടാണ് ഞാനിത് വറുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും. ചതച്ച ഉടനെ ഇടുമ്പോൾ അത്രയും പെട്ടെന്ന് വറുത്ത് കിട്ടത്തില്ല, അതുകൊണ്ടാണ് കേട്ടോ.
നമ്മൾ മുളകും ഒക്കെ കഴുകി വെയിലത്ത് ഉണക്കാൻ വെക്കുന്ന കൂട്ടത്തിൽ ഇതും കൂടെ ചതച്ചൊന്ന് അങ്ങോട്ട് വെച്ചാൽ മതി. അതും പൊടിക്കാനായതുകൊണ്ട് നല്ല മൂത്ത് കിട്ടണം. അതും ഞാൻ മാറ്റി വെച്ചു. എന്നിട്ട് ഒരു പിടി കറിവേപ്പില തണ്ട് കളഞ്ഞ് ഇല മാത്രം ഇട്ട് അതും കൈകൊണ്ട് തൊടുമ്പോൾ പൊടിഞ്ഞു വരുന്ന പരുവമാവും. ആ പരുവത്തിന് തന്നെ ആ കറിവേപ്പിലയും കൂടെ ഒന്ന് വറുത്തെടുക്കണം. അത് ഈ പാൻ നല്ല ചൂടായതുകൊണ്ട് അതും പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ. ഇപ്പം കൈ കൊണ്ട് പൊടിക്കുമ്പോൾ ഇങ്ങനെ പൊടിയുന്ന പരുവമായി. നമുക്കിതിനെയും കൂടെ അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അതും ഞാൻ മാറ്റി വെച്ചു. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇനി നമ്മൾ ഈ പാൻ ചൂടായിട്ടിരിക്കുകയാണ്. ആ പാനിലേക്ക് ഞാൻ ഇനി ഇട്ടത് കുറച്ച് കടുക്, അതായത് 1.5 സ്പൂൺ കടുക്, കുറച്ച് മുളക് നുറുക്കിയത്, കുറച്ച് കറിവേപ്പില. ഇതെല്ലാം കൂടെ ഇട്ട് കടുക് പൊട്ടി മുളകും കറിവേപ്പിലയും മൂത്ത് വരണം. മൂത്ത് വരണമെന്ന് വെച്ചാൽ എണ്ണ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. കറിവേപ്പില കൈ കൊണ്ട് തൊടുമ്പോൾ പൊടിഞ്ഞു വരണം. മുളക് നന്നായിട്ട് മൂത്ത് വറുത്താണ് ആ കളർ ചേഞ്ച് ആവും. കടുക് പൊട്ടി കളറും ചേഞ്ച് ആവും. ആ പരുവം വരെ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം. കംപ്ലീറ്റ് നമുക്ക് ഒരു 2-3 മിനിറ്റ് കിടക്കുമ്പോൾ ഇതങ്ങ് മൂത്ത് വരും കേട്ടോ. അങ്ങനെ തന്നെ നമുക്കിത് വറുത്ത് അതിനെയും മാറ്റണം. ഈ കടുകൊക്കെ നന്നായിട്ട് പൊട്ടിക്കഴിഞ്ഞു. കറിവേപ്പില നമുക്ക് കൈ കൊണ്ട് എടുക്കുമ്പോൾ പൊടിയുന്ന പരുവത്തിലായിട്ടുണ്ട്. മുളകും കളറെല്ലാം മാറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കാതെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കണം കേട്ടോ. കറക്റ്റായിട്ടുണ്ട്. ഞാൻ ഇതിനെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. കാരണം കറക്റ്റായിട്ട് മൂത്ത് വന്നതാണ്. പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് ഫ്ലെയിം അങ്ങ് ഓഫാക്കിയിട്ട് ഞാൻ ഒരു 3 സ്പൂൺ കായപ്പൊടി ആ ചൂടിൽ പാനിൻ്റെ ചൂടിലേക്കിട്ട് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. ഫ്ലെയിം ഓഫാക്കിയിട്ട് തന്നെ ചെയ്യണം. പാൻ നല്ല ചൂടായിട്ട് ഇത് പെട്ടെന്ന് മൂത്ത് വരും കായം പൊടിയാണ്ട്. അതും കൂടെ ഞാൻ ആദ്യം വറുത്ത് വെച്ച് മല്ലിയിലയൊക്കെ കൂട്ടിലേക്ക് അങ്ങ് ഇട്ടു. ഇതെല്ലാം കൂടെ ഒന്ന് തണുത്ത് വരട്ടെ. തണുത്ത് വന്നിട്ട് നമുക്കിതിനെ ഒന്ന് മിക്സിയിൽ പൊടിച്ചെടുക്കണം. ഇപ്പോൾ തണുത്തപ്പോൾ ഞാൻ മുളകിൻ്റെ തണ്ടെല്ലാം ഇറുത്ത് കളഞ്ഞു. ആദ്യം ഞാൻ മുളകാണ് മിക്സിയുടെ ജാറിലേക്ക് ഇടുന്നത്. കാരണം മുളക് മറ്റുള്ളതിൻ്റെ കൂടെ ഇടുമ്പോൾ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഫസ്റ്റ് ഞാൻ മുളക്, അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ഉണ്ട്. മുളകും ഉപ്പും കൂടെ ഞാനെല്ലാം ഒന്നിച്ച് വറുത്തത്. അതുകൊണ്ട് ആ ഉപ്പും കൂടെ ചേർത്ത് തന്നെ ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ല. ഫസ്റ്റ് കുറച്ചൊന്ന് പൊടിഞ്ഞ് വരും. ഈ പരുവമേ ആയുള്ളൂ. ഇനി ഇതിലേക്ക് പരിപ്പും മല്ലിയും കുരുമുളക്, ജീരകം, ഉലുവ ഇവ വറുത്ത് വെച്ചതെല്ലാം കൂടെ ചേർത്ത് ഞാൻ പൊടിക്കുകയാണ്. മുളകിനോടൊപ്പം ആണ് ഇതെല്ലാ ചേരുവയും കൂടെ ഒരുമിച്ചിട്ട് പൊടിക്കരുത്. കാരണം ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് തന്നെ പൊടിക്കണം. കാരണം എല്ലാത്തിൻ്റെയും പൊടിച്ചു വരുമ്പോൾ ഒരേ രീതിയിൽ പൊടിഞ്ഞ് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നത്. ഇതെല്ലാം കൂടെ ഇനി നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് പൊടിച്ചെടുത്തതിന് ശേഷമേ നമുക്ക് മറ്റുള്ളത് ഓരോന്നായിട്ട് ചേർക്കേണ്ടത്. ഇപ്പോൾ ഈ പരുവത്തിന് ഇത് പൊടിച്ചു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കറിവേപ്പിലയും വെളുത്തുള്ളി വറുത്തതും കൂടെയാണ് ചേർക്കുന്നത്. അതുകൂടെ ചേർത്ത് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തിട്ട് അതിന് ശേഷം മാത്രമേ നമുക്ക് പുളി ചേർക്കേണ്ടതുള്ളൂ. അതും നന്നായിട്ട് പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ചേർത്ത് കൊടുക്കാം. പുളിയും കൂടെ ചേർത്തിട്ട് അതും കൂടെ ഒന്ന് പൊടിച്ചെടുക്കാം. അതും പൊടിച്ചിട്ടുണ്ട്. പുളിയും പൊടിഞ്ഞു കാണാൻ പോലുമില്ല, അതേ രൂപത്തിൽ പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വേറൊരു പ്ലേറ്റിലേക്ക് തട്ടി മാറ്റാം. നമുക്ക് മാറ്റിയിട്ട് നമ്മൾ കുറച്ച് കറിവേപ്പിലയും മുളകും കടുവും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് ഇളക്കിയെടുക്കണം. അതായത് നമ്മൾ കടുക് വറുക്കുന്നതിന് തുല്യമാണിത്. ഒരു സ്പൂൺ എണ്ണ പോലും നമ്മളിതിൽ ചേർക്കുന്നില്ല, ചേർക്കേണ്ട ആവശ്യവുമില്ല. അത്ര ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ രസം തയ്യാറാക്കാവുന്നതാണ്. ഇനി ഈ രസപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്ന് തണുക്കാനായിട്ട് വെക്കണം. തണുത്ത് കഴിയുമ്പോൾ നമുക്ക് ഒട്ടും നനവില്ലാത്ത നല്ല ഉണങ്ങിയ ഒരു ടിന്നിലേക്ക് ഇതിട്ട് സൂക്ഷിച്ചു വയ്ക്കാം. ഇത് എത്ര നാൾ വേണമെങ്കിലും നമുക്ക് സൂക്ഷിക്കാം. പുറത്ത് വേണമെങ്കിലും സൂക്ഷിക്കാം, ഫ്രിഡ്ജിൽ വേണമെങ്കിലും സൂക്ഷിക്കാം. അല്പം പോലും ഈർപ്പമില്ലാതെ നന്നായിട്ട് ഉണക്കിയാണ് ഇത് പൊടിച്ചെടുക്കുന്നതെങ്കിൽ നന്നായിട്ട് വറുക്കുകയും കൂടെ വേണം. ഇത് എത്ര നാളും കേടുകൂടാതെ ഇരുന്നോളും. ഇപ്പം രസപ്പൊടി തയ്യാറായി കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഇതൊരു രസം തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. അതും കൂടെ അറിയണ്ടേ? നമുക്ക് 1 മിനിറ്റ്. ഞാൻ അതിനെടുത്തത് 2 കുഞ്ഞു തക്കാളി വളരെ കനം കുറച്ചരിഞ്ഞ് നമുക്ക് രസത്തിന് ആവശ്യമായ വെള്ളം ചേർത്ത് ഒന്ന് തിളപ്പിച്ച്, ആ തിളയ്ക്കുന്ന സമയത്തേക്ക് ഞാൻ രസപ്പൊടി 2 സ്പൂൺ രസപ്പൊടി ഒരു വേറെ ബൗളിലേക്കിട്ട്, ആ തക്കാളി വെള്ളം തിളച്ചല്ലോ, ആ തിളച്ച വെള്ളം തക്കാളിയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. നമ്മൾ മുളക് വറുത്തപ്പോൾ കുറച്ച് ഉപ്പിട്ടെന്ന് വെച്ച് അത് രസത്തിന് കണക്കാവില്ല. അതും കൂടെ ചേർത്ത് ആ മല്ലിയിലയും ചേർത്ത് ഒന്ന് ഇളക്കി ഒന്ന് അടച്ചു വയ്ക്കുക.
എന്നിട്ട് നമ്മൾ പ്ലേറ്റിൽ ചോറിട്ടിട്ട് വരുമ്പോഴത്തേക്കും രസം കലക്കി നമ്മൾ ആ ചോറിലൊഴിച്ചാൽ മതി. സൂപ്പർ രസം റെഡിയായി. ഇനി തക്കാളി ഇല്ലെങ്കിൽ പേടിക്കണ്ട. തിളച്ച വെള്ളവും രസപ്പൊടിയും കൂടെ ചേർത്ത് മല്ലിയിലയും ചേർത്തെടുത്താലും രസം റെഡിയായി. 1 സ്പൂൺ ഓയിൽ പോലും നമ്മളിതിൽ ചേർത്തിട്ടില്ല. അത്ര ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയതാണ്. ഈ രസപ്പൊടി നിങ്ങൾക്ക് ഇഷ്ടമായോ? എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇങ്ങനെ ഒരു രസപ്പൊടി തയ്യാറാക്കി അഭിപ്രായങ്ങൾ അറിയിക്കണേ.